കേരളം ഇന്ന് രോഗങ്ങളുടെ ഒരു ഹബ്ബായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മനുഷ്യർക്ക് ക്യാൻസർ രോഗം, പിന്നെ ഉദരസംബന്ധമായ രോഗങ്ങൾ ഒത്തിരി, പിന്നെ അതുകൂടാതെ കുട്ടികളിൽ പീഡിയാട്രിക് ക്യാൻസർ ഒരുപാട് വർദ്ധിച്ചു എന്ന് പറയുന്ന വാർത്തകൾ കാണുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് രോഗങ്ങൾ, പിന്നെ കുഴഞ്ഞു വീണുള്ള മരണം, ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ വല്ലാതെ നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേകതരം രോഗം ഇദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായൊരു രോഗമാണ്. ഈ രോഗവുമൊക്കെ പേറി എങ്ങനെ ഈ സമൂഹത്തിൽ സമാധാനമായി കിടന്നുറങ്ങുന്നു, കട്ടിലിൽ കിടന്നുറങ്ങുന്നു, എങ്ങനെ ആഹാരം കഴിക്കുന്നു, കഴിക്കുന്ന ആഹാരം എങ്ങനെ ശരീരത്ത് പിടിക്കുന്നു, ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ രോഗത്തിന് ആധാരമായ ലക്ഷണം ഒന്ന് കേൾക്കാം. ലക്ഷണം കണ്ടിട്ടാണല്ലോ നമ്മൾ ചികിത്സിക്കേണ്ടത്. ഇതേ കേട്ടോ. ഇതേപോലെ തന്നെ ക്ഷേത്ര നഗരികളിൽ പത്മനാഭസ്വാമി ക്ഷേത്രം ഒഴിച്ച് മറ്റുള്ള എല്ലാ പ്രധാന ക്ഷേത്രങ്ങളുടെയും ചുറ്റുമുള്ള സ്ഥലങ്ങൾ മുസ്ലിം സമൂഹം വാങ്ങിക്കൂട്ടുകയാണ്. അതേപോലെ തന്നെ വ്യാപാര കേന്ദ്രങ്ങൾ കേരളത്തിലെ 5000 കോടിക്കും 10000 കോടിക്ക് ഇടയ്ക്കാണ് മത്സ്യ വിപണി എക്സ്പോർട്ട് അടക്കം. അതിന്റെ ഭൂരിപക്ഷം ഈ പ്രത്യേക സമുദായം കൈയാളുന്നു. 20000 കോടിയോളം വരുന്ന പച്ചക്കറി വിപണി പൂർണ്ണമായിട്ടും അവർ കൈയടക്കുന്നു. വ്യാപാര മേഖല, സമ്പത്ത് ഇവിടെ നിന്ന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബോധപൂർവം ഒഴിച്ചു നിർത്താനുള്ള ശ്രമം പോപ്പുലർ ഫ്രണ്ടിന്റെയും തീവ്രവാദി സംഘടനകളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ കേരളത്തിലെ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ഇത് തിരിച്ചറിയുന്നില്ല. പൂഞ്ഞാർ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓരോ സ്ഥലത്തും ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനം, ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെയോ വ്യാപാര സ്ഥാപനം ഉണ്ടെങ്കിൽ അതിനടുത്ത് 1-2 കട തുടങ്ങി ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ വിൽക്കുകയും ഇവന്റെ കട തകർക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് അവരവർക്ക് തോന്നിയ വിലയ്ക്ക് വിൽക്കും. മൊണോപ്പൊളി ആവുമ്പോൾ ഇത് എല്ലാ ഭാഗത്തും നടക്കുന്നു. ഈ രോഗത്തിന് എന്ത് പേര് പറയും മല്ലയ്യ? എന്തോടെ പറയുന്നത്? ഈ ചീട്ട് കളിക്കുമ്പോൾ നമ്മൾ പറയല്ലോ, പണ്ടൊക്കെ ഈ കുണുക്കിട്ടുള്ള കളിയും ഇപ്പം കാശ് വെച്ചുള്ള കളിയാന്ന്. ഈ ലോകം മുഴുവൻ കാശ് വെച്ചുള്ള കളിയാണ് നടക്കുന്നത്. ആ കളിയിൽ ഈ പറഞ്ഞ കാശുള്ളവൻ അവന് വില കൊടുത്ത് അവൻ്റെ സാധനം വിൽക്കും. ആ വിൽക്കുന്നവൻ വേറൊരാൾ വാങ്ങും നല്ല വിലയ്ക്ക്. ഈ വിൽക്കുന്നവന് എവിടെയെങ്കിലും അത് ഹിന്ദുവിനാണോ ക്രിസ്ത്യാനിക്കാണോ മുസ്ലിമിനാണോ വിൽക്കുന്നതെന്നുള്ള നോട്ടമില്ല. കാരണം അവൻ്റെ ഗതികേട് കൊണ്ട് അവൻ അറ്റപ്പറ്റ എത്തി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും ഇതാരെങ്കിലും വന്ന് വാങ്ങുന്നത്. ഇത് വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഇത് കൈ വെച്ചുകൊണ്ടിരുന്ന് ഞെവിടാനേ ഞെവടാനേ ഒക്കുള്ളൂ. അപ്പോൾ ഇതാരെങ്കിലും വാങ്ങും. വാങ്ങുന്നവൻ നല്ലപോലെ കച്ചവടം നടത്തും, കാശിറക്കി അവൻ സാധനങ്ങൾ വാങ്ങിച്ച് വെച്ച് വിൽക്കുമ്പോൾ ആളുകൾ അവിടെ പോയി വാങ്ങിക്കും. വില കുറച്ച് കിട്ടുന്ന സ്ഥലത്ത് പോയി ആളുകൾ സാധനം വാങ്ങിക്കും. ഇപ്പോൾ ഇയാൾ പിന്നെ എന്തോ പറയുന്നത്? എന്തോ വേണമെന്നാണ് പറയുന്നത്? എവിടെയെങ്കിലും വിൽക്കുന്ന സാധനം വിൽക്കുമ്പോൾ അത് ഇച്ചിരി വില കുറച്ചായാലും ഹിന്ദുവിന് തന്നെ വിൽക്കണമെന്നാണോ? അതോ ഈ പറയുന്ന വില കൂടുതലാണെങ്കിലും ഹിന്ദുവിൻ്റെ കടയിൽ പോയി വാങ്ങിക്കണമെന്നാണോ? അങ്ങനെ ആണെങ്കിൽ അണ്ണൻ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയും അണ്ണൻ്റെ ബാക്കി കച്ചവടങ്ങൾ ചെയ്യുന്നതെല്ലാം ഒന്ന് വിശദമാക്ക്. എവിടുന്നാണ് ഇതൊക്കെ വാങ്ങിക്കുന്നതെന്നും വിൽക്കുന്നതെന്നും ഇത്തരം കാര്യങ്ങളുമൊക്കെ. ഇത് വല്ലാത്തൊരു സൂക്കേടാ. മത്സ്യവിപണിയും ഇറച്ചി വിപണിയും പിന്നെ അതുപോലെയുള്ള എല്ലാ വിപണിയും കച്ചവടം നടത്താൻ അറിയാവുന്നവൻ ഇറങ്ങി കച്ചവടം നടത്തും. അപ്പോൾ അവൻ്റെ ഈ കാശ് വരും. അവൻ വീണ്ടും അത് കാശ് ഇട്ട് കച്ചവടം നടത്തും. ബാങ്കിൽ കൊണ്ടിട്ട് പലിശ നോക്കിക്കൊണ്ടിരിക്കുന്നവൻ അത് നോക്കിക്കൊണ്ടിരിക്കും. അത് ബാങ്കിൽ കിടന്ന് ഇങ്ങനെ കൂടുന്നത് കണ്ട് കിടക്കുന്ന പുൽപ്പായി കിടന്ന് ചവിട്ടി കീറി അവിടെ കിടന്നങ്ങ് മരിക്കും. വല്ലതും വാങ്ങിച്ച് തിന്നുമോ? നല്ല ആഹാരം വാങ്ങിച്ച് തിന്ന് നല്ല വണ്ടിയൊക്കെ എടുത്ത് നല്ല ഒരുങ്ങി കുട്ടപ്പനായി കൈയിരിക്കുന്ന കാശെടുത്ത് ഇറക്കി അങ്ങോട്ട് ജീവിക്കുമ്പോൾ ഇതെല്ലാം താനേ വരും. ഇതൊരുമാതിരി ഈ ഉണക്ക മനസ്സുമായി ഇതുപോലെ ഇരുന്ന് പറഞ്ഞ് ആശ്വസിക്കാം എന്നല്ലാതെ ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ ഒരു സുഹൃത്ത് പുനലൂരുകാരനാണ്. അദ്ദേഹത്തിന് കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട് കൊടുക്കാൻ. ആ പ്രോപ്പർട്ടി കിടക്കുന്നത് ഏതാണ്ട് 1 കിലോമീറ്ററിന് അപ്പുറത്തൊരു പാലം ഇറങ്ങി അപ്പുറത്തെ സ്ഥലവും ഇപ്പുറത്തെ സ്ഥലവും തമ്മിലുള്ള വ്യത്യാസമാണ്. അദ്ദേഹം എപ്പോഴും വളരെ വേദനയോടെ പറയും, അപ്പുറത്തെ സ്ഥലത്ത് നിങ്ങളുടെ ആളുകളാണ്, അവരാരും ഇങ്ങോട്ട് വന്ന് വസ്തു വാങ്ങിക്കത്തില്ല. അപ്പുറത്തെങ്ങാണോ ആയിരുന്നെങ്കിൽ ഇതിന് തീ വില കിട്ടിയേനെ. അതിന് ജാതി മതവും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വേണ്ട സ്ഥലത്ത് ആളുകൾ വസ്തു വാങ്ങിക്കും, വേണ്ടതുപോലെ കച്ചവടം ചെയ്യും. നേരം വെളുക്കുമ്പോൾ ഉണർന്ന് വെളുപ്പിനെ പോയി എന്താ ലാഭം കിട്ടുന്നതെന്ന് വെച്ചാൽ അത് നോക്കി കച്ചവടം ചെയ്ത് അവൻ്റെ വീട് പോറ്റും. ആ കച്ചവടത്തിൻ്റെ അധ്വാനത്തിൻ്റെയും ഒരു ആത്മാർത്ഥത കൊണ്ട് ചിലപ്പോൾ ദൈവം എന്തു ചെയ്യും, വലിയ ഒരു ലോകവും വലിയ സമ്പത്തും അവൻ്റെ മുന്നിൽ തുറന്നു കൊടുക്കും. അതവൻ ചിലപ്പോൾ സിമെൻറ്റ് കവറോ പേപ്പർ കവറോ ആക്രിയോ പിന്നെ അതുപോലെ തന്നെ ഈ പൈങ്ങാപ്പാക്കെന്ന് പറയും ഞങ്ങളുടെ സ്ഥലത്ത്, ഈ എന്താ പറയുന്നത് പാക്കോ
അടയ്ക്കാന്നൊക്കെ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്തവൻ ചാടി ഒരടയ്ക്കാമരത്തിൽ നിന്ന് അടുത്ത അടയ്ക്കാമരത്തിലോട്ട് ചാടി അവനങ്ങ് പോവും. അതവൻ്റെ കഴുക, അതവൻ്റെ മിടുക്ക. അത് കണ്ട് അതുപോലെ കാണാൻ ചെയ്യാൻ നോക്കുന്നതിന് പകരം ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു തീർക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തില്ലെന്ന് പറഞ്ഞു കൊടുത്ത് ഇത് കേട്ട് ഇനി 5-6 ആളുകൾ കാശും കൊണ്ട് ചെന്ന് അവിടെ ഉള്ള പാവപ്പെട്ടവന്മാർ ഇത് ആർക്കെങ്കിലും വിൽക്കാനിരിക്കുമായിരിക്കും. അവന്മാർ പോലും പ്രതീക്ഷിക്കാത്ത വില കൊടുത്തങ്ങ് വാങ്ങിക്കും. വാങ്ങിച്ചെന്തോ ചെയ്യും? ചെറിയ കൊച്ചു കടയും മണ്ണെണ്ണ വിളക്കുമായിട്ടിരിക്കുന്നത് വാങ്ങിച്ച് അവൻ മൂട്ടൽ ലൈറ്റും ഒക്കെ ഇട്ട് വലിയ ബോർഡും ഒക്കെ ഇട്ട് അങ്ങോട്ട് കച്ചവടം തുടങ്ങും. ആളുകൾ നാനാ വഴിക്കുന്നും വന്ന് ലാഭത്തിന് വാങ്ങിച്ചുകൊണ്ട് പോകും. അതാണ് സംഗതി. അതിന് ജാതിയും പറഞ്ഞും മതവും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ കായംകുളത്ത് സേട്ടുവിൻ്റെ കടയെന്ന് പറഞ്ഞൊരു കടയുണ്ട്. HHYS എന്നോ എങ്ങാണ്ടാണ് പറയുന്നത്. ആ കടയിൽ എല്ലാം സത്യസന്ധമായി മാത്രം ചെയ്യുന്ന കടയാണ്. അദ്ദേഹം നല്ല വിശ്വാസിയും നല്ല പ്രാർത്ഥനക്കാരനും നല്ല മനുഷ്യനുമാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തൻ വേറൊരു സമുദായത്തിൽപ്പെട്ട ആളാണ്. ഞാനങ്ങ് അതൊക്കെ മറന്നുപോയി അദ്ദേഹത്തിൻ്റെ പേരൊക്കെ. ഈ പ്രദേശത്തുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാ കടയിൽ വന്ന സാധനം വാങ്ങുന്നത്. എന്താ കാര്യം? അവർക്കറിയാം ഈ കടയിൽ വിശ്വാസമുണ്ട്, അത് നല്ല കടയാണ്, അത് കൊള്ളാവുന്ന കടയാണ് എന്ന് ബോധ്യമുണ്ട്. അതുപോലെ തിരിച്ചുമുണ്ട്. ഇപ്പോൾ ചില ചായക്കടകൾ, ചില ഹോട്ടലുകൾ നല്ല ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ വിൽക്കുന്ന ആ പോറ്റിയുടെ കട, ഈ പോറ്റിയുടെ കട, അവിടെ പോയി മനുഷ്യൻ കഴിക്കും. അതിൻ്റെ അപ്പുറത്ത് കുളിക്കാതെ നിന്ന് നഖവും വെട്ടാതെ നിന്ന് ഉറങ്ങി തൂങ്ങിയിരിക്കുന്നവൻ്റെ കട അവിടെ ഇരിക്കും. അവൻ ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും, അവൻ ചിലപ്പോൾ പോറ്റിയായിരിക്കും, നായരായിരിക്കും. അതുകൊണ്ട് ജാതി പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ അണ്ണ? ഇക്കണക്കിന് അണ്ണൻ എങ്ങനെ കിടന്ന് ഉറങ്ങും? പത്രം എടുത്ത് നോക്കുമ്പോൾ സൗദി അറേബ്യയിൽ മില്യൺ കണക്കിന് രൂപ വരുന്നു. അപ്പോൾ അത് മുസ്ലിങ്ങൾ. പിന്നെ അടുത്ത നോക്കുമ്പോൾ കാണാതെ ഇന്നലെ ഒരു വാർത്ത കണ്ട് യൂസുഫ് അലിക്ക് 365 കോടി രൂപ UAE സർക്കാരിന് ചാരിറ്റിക്ക് കൊടുത്തെന്ന്. അത് കാണുമ്പം വീണ്ടും ഉറക്കം പോവും. പിന്നെ അത് കഴിയുമ്പോഴാണ് ബ്രൂണൈ സുൽത്താൻ്റെ സമ്പത്ത് കേൾക്കുന്നത്. അപ്പം വീണ്ടും ഉറക്കം പോവും. പിന്നെ അങ്ങോട്ട് അമേരിക്കയിലേക്ക് നോക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ ആണെങ്കിൽ ഇതാണ്ട് ന്യൂയോർക്ക് മേയർ, പിന്നെ അതുപോലെ അപ്പുറത്തെ UK മേയർ അടക്കമുള്ളവരുടെ പേര് വഹിക്കുമ്പം വീണ്ടും ഈ അസുഖം മൂർച്ഛിക്കും. അവസാനം ഇത് മൂർച്ഛിച്ച് ഇങ്ങനെ ഇരിക്കും. ഇതുകൊണ്ട് അവരുടെ വല്ലതും കുറയുമോ? ഒന്നും കുറയത്തുമില്ല. അണ്ണനാപ്പാട് വിഷമിച്ച് മനസ്സുരുകി ഒരവസരം വരുമ്പോൾ എല്ലാ മനുഷ്യരും മരിക്കുന്ന പോലെ ഈ ഭൂമിയിൽ നിന്ന് നമ്മളെല്ലാവരും യാത്രയാവും. അപ്പോൾ അതുകൊണ്ട് ആ സമയം അത്രയും സന്തോഷത്തോടെ ഉള്ളത് നോക്കി സമാധാനത്തോടെ നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് ജീവിക്കണം. അതല്ലേ കുറച്ചുകൂടെ നല്ലത്. അണ്ണന് വേറെ ആർക്കും ഒന്നുമില്ല, അണ്ണന് നല്ലത് അതാണെന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ.